അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തന്തൂരി ചിക്കൻ ഒരു ദിവസം കഴിഞ്ഞാൽ അതിന്റെ ഫ്രഷ്നെസ് ഒക്കെ പോയി കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, അതിനിങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ അത് നെക്സ്റ്റ് ലെവലിലേക്ക് ഒന്ന് എലവേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം. അപ്പൊ അതിന്റെ ഉത്തരം ഈ എപ്പിസോഡിൽ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻചാട്ടൻ. അത് കാണിച്ചു തരാം. സോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറിയാമ്പും ഏലക്കായ കറുവപ്പൊട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അതും ഇടുക. ഇട്ട് ചൂടാക്കിയിട്ട് ചൂടായതിനു ശേഷം എനിക്ക് നൈസായിട്ട് അരിഞ്ഞ കുറച്ച് സവാള ഇടാം. ഞാൻ ഏകദേശം 2 സവാളയാണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സവാള അങ്ങോട്ട് ഒരുപാടൊന്നും വഴന്നുണ്ട, അത് ആയിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക. ഒരു വെളുത്തുള്ളി മൊത്തം ഒരു ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയും ഇടുക. കുറച്ച് ഉപ്പ്, ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടുന്ന ഇളക്കി അതൊന്ന് ശരിയാക്കുക. ഇത് കണ്ട ഈ 2 തക്കാളികളുടെ വ്യത്യാസം മനസ്സിലായോ? ഒന്ന് കുറച്ച് ഓവലാണ്, ഇത്ര ഫ്ലാറ്റ് ആണ്. ഈ ഓവലായിട്ടുള്ള തക്കാളിയാണ് ബട്ടർ ചിക്കൻ ഏറ്റവും ബെസ്റ്റ്. കാരണം ഇത് നാച്ചുറൽ ആയിട്ടൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും. അത് ഇടുമ്പോൾ നമുക്ക് എക്സ്ട്രാ വേറെ പഞ്ചസാരയോ തേനോ അങ്ങനെയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നിട്ടും ഇടണമെങ്കിൽ ഇടാം, നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഈ തക്കാളികൾ ഞാൻ പ്രിഫർ ചെയ്യുക. ഞാൻ നിങ്ങളോടും സജസ്റ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു തക്കാളി ഉപയോഗിക്കാൻ, ഒന്നല്ല ഇതുപോലത്തെ ആവശ്യത്തിനുള്ള ഇത്രയും തക്കാളി ഉപയോഗിക്കാനാണ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ്. ഇത് കുറച്ചുകൂടി ടാങ്കിയാണ്, കുറച്ചുകൂടി പുളിപ്പുള്ളതും കുറച്ച് ആ ഒരു ഷാർപ്പ് ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. കുറച്ചുകൂടി സ്മൂത്ത് ആൻഡ് സ്വീറ്റ് ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. സോ മനസ്സിലോർത്ത് വെച്ചോ കേട്ടോ. ഓക്കെ, അപ്പോൾ ആ തക്കാളി മനസ്സിലായല്ലോ. അത് ഏകദേശം ഒരു 5-6 ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കി സെറ്റാക്കിയിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് ഇടുക. അധികം പച്ചമുളക് ഇടരുത്, വേണമെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ബട്ടർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ബട്ടർ അങ്ങോട്ട് ഇട്ട് അതൊക്കെ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമ്മുടെ ഒരു ഉള്ളങ്കായിൻ്റെ അത്രയ്ക്കും ഉള്ള ലെവലിലേക്ക്, ആ ഒരു അളവിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്സ്, അതായത് കശുവണ്ടി ഇട്ട് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് ഒരു ടച്ച് ഓഫ് ഗരം മസാല, ഏകദേശം 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക. അത് തിളച്ചൊന്ന് വണ്ന്ന് സെറ്റാകുമ്പോൾ ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഉപ്പും മുളകും മസാലകളൊക്കെ കറക്റ്റാണെന്ന് അറിയുമ്പോൾ ഒരു പാത്രത്തിലിട്ടൊന്ന് തണുപ്പിക്കുക. തണുത്തതിന് ശേഷം അത് ഒരു അരിപ്പയിലൂടെ ഇട്ടിട്ട് അതിനിങ്ങനെ അരിച്ചെടുത്താൽ അത്രയും ബെസ്റ്റാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ഫൈനായിട്ട് തന്നെ ബ്ലെൻഡായി കിട്ടും. പക്ഷേ എനിക്ക് അരിക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നേരത്തെ വെച്ച ആ തന്തൂരി ചിക്കൻ, അതിൻ്റെ തൈസ് ആൻഡ് പീസസ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് അങ്ങോട്ടിട്ട് അതിൽ ഇളക്കി കൊടുക്കുക. കഷ്ണങ്ങൾ മതിയായിട്ടില്ലെന്നൊരു സംശയം വന്നു, അതുകൊണ്ട് ഹായ് വെൽക്കം നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞ് ഇയാളുടെ കൈ അങ്ങോട്ട് ഞാൻ ഉരിഞ്ഞെടുത്തിട്ട് 2 കൈ അങ്ങോട്ട് ഉരിഞ്ഞെടുത്തിട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഫൈനൽ സ്റ്റെപ്പായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചെടുത്തു. ഇതില്ലെങ്കിൽ തൈര് ഒഴിക്കാൻ നോ പ്രോബ്ലം. ആൻഡ് ലാസ്റ്റ് ഫിനിഷിംഗ് ടച്ചായിട്ട് കസൂരി മേത്തി, അതായത് ഉണങ്ങിയ ഉലുവൻ്റെ ഇല അതുകൊണ്ട് ഇട്ട് കൊടുത്ത് ടേസ്റ്റ് നോക്കി കറക്റ്റ് ആണെന്ന് മനസ്സിലായി. എന്നിട്ട് ഈ സംഭവം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് 2 ചപ്പാത്തിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു പിടി അങ്ങോട്ട് പൊട്ടിക്കാൻ പോവുക. പെർഫെക്റ്റ്. എനിക്കിത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയത്. ലേശം എരിവ് ഇത്തിരി മുന്നോട്ട് നിൽക്കുകയാണ്, കാരണം അത് പച്ചമുളക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാണ്ടിരിക്കാം. ഞാൻ ജസ്റ്റ് കിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് മധുരിക്കാണ്ടിരിക്കാനാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ എന്ന് പറയുമ്പോൾ ഇതിലത്തെ എക്സ്ട്രാ ആയിട്ട് മധുരവും കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം അങ്ങനത്തെ മറ്റേ ഷുഗർ അല്ലെങ്കിൽ തേൻ ഇതൊന്നും ആഡ് ചെയ്യുന്നതിന് എനിക്ക് താല്പര്യമില്ല, കാരണം ഒരുപാട് മധുരിക്കും. ഇത് കറക്റ്റാണ്, ഇത് ആ സ്മൂത്ത് ആൻഡ് കൺസിസ്റ്റൻ്റ് ആണ്. സ്മൂത്ത് കൺസിസ്റ്റൻസി ഇതിലുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. അതെ കഴിക്കുന്നതിൻ്റെ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഏത് തക്കാളിയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ ആ തക്കാളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള നാച്ചുറൽ സ്വീറ്റ്നെസ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേറെ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിവേ, അപ്പോൾ ഞാനിത് കഴിച്ചു തീർക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം വേറൊരു റെസിപ്പിയുമായിട്ട്. ഓക്കെ, അണ്ടിൽ ദെൻ ഗുഡ് ബൈ.